ഇനി അടുത്തതാണ് ബോണസ്. ബോണസ് ഡിക്ലെയർ ചെയ്യും കമ്പനി. എന്താണ് ബോണസ് ഷെയർ? ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു ഷെയർ ഉണ്ടെങ്കിൽ അതിന് കമ്പനി ഒരു ഷെയർ എക്സ്ട്രാ തരും, ബോണസായിട്ട് തരും. അതും റേഷ്യോയിലാണ് പറയുക. 1:1 എന്ന് പറയും. ഇപ്പോൾ ഒരു ഷെയറിന് ഒരു ഷെയർ ബോണസായിട്ട് തരുമ്പോൾ 1:1. ഇപ്പോൾ 2:1 ആണെങ്കിലോ 2:1 ആണെങ്കിൽ ഒരു ഷെയറിന് 2 ഷെയർ ബോണസായിട്ട് തരും. ഓക്കെ. 3:1 ആണെങ്കിൽ ഒരു ഷെയറിന് 3 ഷെയർ ബോണസായിട്ട് തരും. അതേപോലെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 2:1 ബോണസ് കമ്പനി ഡിക്ലെയർ ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 ഷെയറുണ്ട്, ഒരു കമ്പനിയുടെ 100 ഷെയറുണ്ട്. അപ്പോൾ ഷെയർ പ്രൈസ് എത്രയാണ്? ഒരു ഷെയറിൻ്റെ വില 300 രൂപ. അപ്പോൾ ടോട്ടൽ നമ്മൾ കൊടുത്ത പൈസ 100 × 300 30,000 രൂപയാണ് നമ്മുടെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ കമ്പനി ബോണസ് ഡിക്ലെയർ ചെയ്തു. അതായത് 2:1 ബോണസ് റേഷ്യോയിൽ ബോണസ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു ഷെയർ 2 ആവും. അപ്പോൾ 100 ഷെയർ എത്രയാവും? 100 300 ആവും. അതായത് ആദ്യത്തെ 100ഉം പിന്നെ 200 ബോണസായിട്ട് നമുക്ക് കിട്ടും. 200 ഷെയർ നമുക്ക് ബോണസായിട്ട് കിട്ടും. അപ്പോൾ ഷെയർ പ്രൈസ് എത്രയാവും? ഷെയർ പ്രൈസും അതേപോലെ ഡിവൈഡ് ആവും. അപ്പോൾ 300 ÷ 3 ആവും. അപ്പോൾ 100 രൂപയാവും. ഒരു ഷെയറിൻ്റെ വില 100 രൂപയാവും. ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ സെയിം തന്നെ 30,000 രൂപ. അപ്പോൾ ഇതിലെന്താണ് നമുക്കെന്താണ് ലാഭം? നമുക്കെന്താ ലാഭം വെച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് കൂടി. നേരത്തെ നമ്മുടെ 100 ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ അത് 300 ഷെയർസായി. അതായത് നമുക്ക് ബോണസ് തന്നു. 200 ഷെയർസ് നമുക്ക് ബോണസായിട്ട് തന്നു. അപ്പോൾ നേരത്തെ നമ്മുടെ 100 രൂപക്ക് 1 രൂപ ഒരു ഷെയറിന് വെച്ച് കൂടുകയാണെങ്കിൽ നമുക്ക് 100 രൂപ എക്സ്ട്രാ കിട്ടിയാൽ. അതേ സാധനം ഇപ്പോൾ 300 ഷെയർസ് ഉണ്ട്. അപ്പോൾ 1 രൂപ കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യും? 300 രൂപ കിട്ടിയില്ലേ? നല്ല കാര്യമല്ലേ? പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഫേസ് വാല്യൂവിൽ മാറ്റം വരില്ല. കാരണം ഇത് സ്പ്ലിറ്റ് ആക്കുന്നതല്ല, നമുക്ക് എക്സ്ട്രാ തരുന്നതാണ്. അപ്പോൾ ഫേസ് വാല്യൂ 10 ആയിരുന്നെങ്കിൽ ആ 10 തന്നെയായിരിക്കും ഫേസ് വാല്യൂ. ഈ ബോണസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇൻഫോസിസ് ബോണസ് ഹിസ്റ്ററി മണി കൺട്രോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. അവിടെ ഇൻഫോസിസ് സോഫ്റ്റ്വെയർ ബോണസ് ഡിക്ലെയർ ബൈ ഇൻഫോസിസ് മണി കൺട്രോൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ കണ്ടില്ലേ, ഈ ഒരു 1994 ഫസ്റ്റ് ബോണസ് ഡിക്ലെയർ ചെയ്തത്. അതായത് ഒരു ഷെയറിന് ഒരു ഷെയർ ബോണസായിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ 2018 വരെ ഈ കമ്പനി ബോണസ് ഷെയർസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.